ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളിവിടെ ആയിട്ട് ഒരു അയൺ ഫാം പണിഞ്ഞിരുന്നു. പക്ഷേ ജാവയിൽ മാത്രം പറക്കാവുന്നതാണ്. ഇതിനകത്ത് ഞാൻ കുറച്ചൊക്കെ പൊളിച്ച് കളഞ്ഞ് അതിനകത്തിരുന്ന് സോംബിയൊക്കെ തല്ലിക്കൊന്നു. എന്നിട്ട് ഞാൻ ഇവിടെ നമ്മൾ പണിഞ്ഞിരുന്ന ഒരു ബ്രീഡർ ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് കുറച്ച് പേരങ്ങ് വളർന്നിട്ടുണ്ട്. ഉള്ളവർക്ക് ജോലിയും ഞാൻ കൊടുത്തു. ഞാൻ മനഃപൂർവ്വം കൊടുത്ത ജോലിയല്ല. അതിനകത്തൊരു ക്ലർക്ക് നിൽപ്പുണ്ട്. ആ ക്ലർക്ക് അതുകൊണ്ട് ആ ക്ലർക്ക് അവൻ തന്നെ ഇടാണ്ടെന്ന് ജോലി എടുത്തത്. ഞാൻ അവൻ്റെ നേര് റെഡ് സ്റ്റോൺ ഡസ്റ്റ് വാങ്ങിച്ചായിരുന്നു. പിന്നെ ഇപ്പുറത്ത് ഞാൻ തന്നെ എടുത്ത് ഇവനുണ്ട്. ഇവൻ്റെ ഞാൻ ഇഷ്ടം പോലെ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈയൊരു സ്റ്റിക്ക് കൊടുത്ത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അത് വെച്ചാൽ എമറാൾഡും പിന്നെ 2-3 ബോയും വാങ്ങിച്ച്. അത്രയൊക്കെയാണ് ഞാൻ ചെയ്തത്. ഇവൻ വേറെ എവിടാണ്ടെന്ന് 2 കൂടി ഒന്ന് നടക്കുക. ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ഇവൻ്റെ അടുത്ത് നിന്ന് മറ്റേ ട്രൈഡൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഞാനിപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റിൻ്റെയൊക്കെ കുറച്ച് ഇഷ്യൂ കൊണ്ടാണ്. ഈ അപ്ലോഡ് ചെയ്യാനായിട്ട് നെറ്റൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വീഡിയോ ഒന്നും ഇപ്പോൾ ഇടാത്തത്. ഈ റെക്കോർഡ് ചെയ്തേക്കുന്ന വീഡിയോ തന്നെ ഈ റെക്കോർഡ് ചെയ്തന്ന് തന്നെ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഫാമെല്ലാം നന്നായിട്ട് വർക്കാവുന്നുണ്ട്. ഈ കൗ ഫാം വർക്കാവാത്ത ഞാൻ അതിനകത്ത് ഫുഡൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ്. പിന്നെ ഇവന്മാരെ ഇത്രയും വളർത്തി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സെലിബ്രേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ഓണത്തിന് പൂക്കളൊക്കെ ഇവന്മാരുടെ പൂളൊക്കെ വെച്ചെടുക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ ശരിക്കും ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ടൊരു സ്മെൽറ്റിങ് ഏരിയ പണിയണം കുറച്ച്. കാരണം ഈ ഒരു സ്മെൽറ്റിങ് ഏരിയ നന്നായിട്ട് വർക്കാവുന്നൊന്നുമില്ല. അത് ഞാൻ അമ്മമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച എമറാൾഡ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു പിക്കാക്സ് പണിയണം. എൻ്റെ കയ്യിലുണ്ടോ ഒരു പിക്കാക്സ്? ഇല്ല. എന്നിട്ട് നമ്മളൊരു അയൺ പിക്കാക്സ് എടുക്കാം. ഇതെടുത്ത് കുറച്ചൊന്നകത്തോട്ട് മൈൻ ചെയ്യാം. ഇവിടെ ഡയറക്റ്റാണെന്ന് തോന്നുന്നല്ലോ കുറച്ച്. ഇനി നമ്മളെ ഇഷ്ടംപോലെ സ്റ്റോൺ, കോബിൾ സ്റ്റോൺ ഉണ്ട്. ഈ കുറച്ച് ഇങ്ങനത്തെ കുറച്ച് ബ്ലോക്ക് ഇരിക്കുന്നത് അതെല്ലാം നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്യാം. ഫുള്ളായിട്ട് ഇത് കുറവാണല്ലോ. അതിൻ്റെ സെറ്റും ഉണ്ട്. നമ്മളെ ചെസ്റ്റ് എല്ലാ ബ്ലോക്കും കുറച്ചുകൂടി ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഉണ്ടോ എന്ന് നോക്കാം. ആകെ സ്റ്റാമിനുണ്ട്. ആൻ്റെ സൈറ്റ് കുറച്ചിരിപ്പുണ്ട്, എടുക്കാം. ഈ കോബിൾ സ്റ്റോൺസ് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യാം. ഡെക്കറേഷനുള്ള ഡീറ്റെയിലിങ് അടിയിലത്തെ പട്ടിയിലെല്ലാം ഉണ്ടോ. കുറച്ച് കോബിൾ സ്റ്റോൺ ഉണ്ട്. സ്റ്റെയർ ഇവിടെയുണ്ട്. ആൻ്റെ സൈറ്റ് ചെയ്താലേ നമുക്ക് ഗ്രനൈറ്റ് ഒന്ന് പോളിഷ് ചെയ്യാം. ഇനി അതിനകത്ത് മീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ. ഓക്കെ, ഇനി ഇതിനെ പോളിഷ് ചെയ്തെടുക്കാം. ആണ് പോളിഷ് ചെയ്തത്. ഇത്രയധികം വേണ്ട, എന്നാലും കുറച്ച് അധികം ഇരിക്കട്ടെ. ഇനി ഇത്രയും ഭാഗം കുറച്ചൊന്ന് ഇതെല്ലാം എടുത്ത് കളയാം. ഓക്കെ, അതങ്ങനെ എടുത്ത് കളഞ്ഞ് നമുക്ക് ഇവിടെ കുറച്ച് നേരത്തെ ഇതൊരു കണക്ക് ആൻഡസൈറ്റ് ഇച്ചിരി വിതറാം.
എന്നിട്ട് ഇതിവിടെ ഇതിവിടെ ഇവിടെ ഇവിടെ എന്നിട്ട് ഈ ബ്ലോക്കിൽ രണ്ടെണ്ണം കൂടെ ഒന്നെടുത്ത് കളയണം. എന്നിട്ട് ഇങ്ങോട്ട് കയറി ഈ ഡയറക്റ്റ് ബ്ലോക്ക് എടുത്ത് കളയാം. എന്നിട്ട് ഇതെടുത്ത് ഇവിടെ വെക്കാം. കുറച്ചുകൂടി അതായിരിക്കും. ഇതെടുത്ത് ഇവിടെ വെച്ചിട്ട് കോബിൾ സ്റ്റോൺ ഇവിടെ. ഓക്കെ, ഇപ്പോൾ സെറ്റായി. ഇവിടെ അത് കാണാൻ വലിയൊന്നുമില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ ഈ ഡയറൈറ്റിൻ്റെ തന്നെ സ്ലാബ് എടുത്ത് നമുക്ക് മണ്ടയ്ക്കും കൂടി സീലിങ്ങും കൂടി ചെയ്യാം. ആ ഒരു മണ്ടഭാഗത്തോട്ട് ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇതിപ്പോൾ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട്. ഇതെന്താ ഇവിടെ ഇങ്ങനെ? ഇതെടുത്ത് ഇവിടെ വെക്കാം. ഓക്കെ, തമ്മില്ല ഇങ്ങനെ വന്ന് കയറുമ്പോൾ കാണാൻ നല്ല രസമുണ്ട്. ഇനി കിട്ടിയ കോബിൾ സ്റ്റോൺ വെച്ചിട്ട് 1 2 3 1 2 3 രണ്ടെണ്ണം 6 പണിയണം. 6 മതിയായിരിക്കും. അയ്യോ, 1 2 3 4 ആയിട്ടുള്ളത്. 2 ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇതിലത്ത് ഇവിടെ വെക്കാം. 1 6. എൻ്റെ ഒരെണ്ണം കൂടി ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. അത് ഒരെണ്ണം കൂടി ഉണ്ട്. അതിവിടെ നമുക്ക് ചുമ്മാ വെച്ചേക്കാം. ഇവിടെ ഓക്കെ, ഇതാകുമ്പോൾ സീലിങ്ങും കൂടി ഫ്ലോറും കൂടി കുറച്ച് നന്നായിരിക്കും. ഇനി നമുക്ക് സ്മെൽറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട് അവിടെ ചെസ്റ്റ് എടുത്ത് വെക്കാം. ഇവിടെ എന്തായാലും ഞാൻ ഉപയോഗിക്കാത്ത 2 ഇരിക്കുന്ന ചെസ്റ്റ് ഇത് ആദ്യം കൊടുക്കാം. മാക്സിമോട്ട് കയ്യിലോട്ട് എടുത്തിട്ട് ഓക്കെ, ഇനി ഇങ്ങോട്ട് വന്നിട്ട് 2 എണ്ണമായിട്ട് ഒരെണ്ണം മതി. ഇങ്ങനെ ഒരെണ്ണവും ഇവിടെ ഇങ്ങനെ ഒരെണ്ണവും. ഓക്കെ, അപ്പോൾ കുറച്ച് ലുക്കുണ്ട്. നമുക്ക് ഫ്ലവർ പോട്ട് ഉണ്ടാകാം. അവിടെ ഒരു ക്ലേ ഇല്ലേ, ക്ലേ ഉണ്ടോ എന്തോ, ഇതാണ്ട് ഈ ഒരു ഭാഗത്തുണ്ട്. ഇത്രയധികം വേണ്ടായിരുന്നു, എന്നാലും ഇരിക്കട്ടെ കയ്യിൽ. ഓക്കെ, കുറച്ചുകൂടി സ്നേക്ക് ചെയ്ത് ആ റൗണ്ട് വരുന്നതിന് മുമ്പേ നമുക്കങ്ങ് ഇറങ്ങാം. ഓക്കെ, അതുമായി മോർ പ്രോഗ്രസ്. ഓക്കെ, ഞാൻ പിന്നെ മറ്റേ ലോഡ് കിടക്കുന്ന മണ്ടനില്ലേ, നാടോപ്പം ഇറങ്ങുന്ന വാണ്ടറിങ് ട്രേഡർ, അവൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു പൂ വാങ്ങിച്ച്, ഇതിൻ്റെ പേരെന്തായിരുന്നു, ഐ ബ്ലോസം. ഇത് രാത്രിയാകുമ്പോൾ ഇതിൻ്റെ അടുക്കുന്ന ഒരു റോസിൻ്റെ പൂ മാതിരി ഇങ്ങനെ വിടർന്നിരിക്കും. ഇതെടുത്ത് നമ്മളുടെ ഇവിടുത്തെ സ്മെൽറ്റിങ് ഏരിയയിൽ സ്മെൽറ്റാക്കുന്ന ഫസ്റ്റ് ഐറ്റം എടുത്തിരിക്കട്ടെ. പക്ഷേ സ്മെൽറ്റ് ചെയ്യാൻ സാധനങ്ങളൊന്നുമില്ല. എൻ്റെ 2 റോസ് ബുഷ് ഇരിപ്പുണ്ട്. അത് നല്ലൊരു ഡെക്കറേഷൻ നല്ലതായിരിക്കും എന്തോ. അയ്യോ, ഇതിപ്പോൾ തീരുമല്ലോ. 3 സ്മെൽറ്റ് ചെയ്യാൻ പറ്റുമോ? ഇനി അടുത്തേക്കൊരു ബോട്ടും കൂടി വെച്ച് കൊടുക്കാം. ഓക്കെ, അതായി. ഇനി നമുക്ക് ഈ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളിൽ
നമുക്കെടുത്ത് വെക്കാം. ഒരു ഫ്ലവർ പോട്ട് ഉണ്ടാക്കാം. എന്നിട്ട് സ്നീക്ക് ചെയ്ത് ഇവിടെ എന്നെ ഉണ്ടാക്കി വെക്കാൻ പറ്റില്ലേ? ജസ്റ്റിനെ ഉണ്ടാക്കി ഫ്ലവർ പോട്ട് വെക്കാൻ പറ്റണ്ടാണല്ലേ. സാരമില്ല, നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഈ സൈഡ് വെക്കാം. ഫ്ലവറും കൂടി നടുക്ക്. തന്തടാ എനിക്കൊന്നും പറ്റാതെ. ഓക്കെ, സാരമില്ല, നമ്മളെ ഇനിയും ഫ്ലവേഴ്സ് എടുക്കുന്നുണ്ട്. ഇതുണ്ട്. ഓക്കെ, ഇതെടുത്ത് വെക്കാം. ഒരെണ്ണം കൂടി കാണും. എത്ര പെട്ടെന്ന് സെലക്ട്. ഓക്കെ, അവിടെ നിന്നെടുത്ത് ഇതും കൂടി ഉണ്ടാക്കി അതെടുത്ത് ഇവിടെയും വെച്ച് ഒരു ഫ്ലവർ എടുത്ത് ഇങ്ങോട്ട് ഇതിനകത്ത് നോക്കാം. അപ്പം നമ്മളുടെ ഒരു മിനി സ്മെൽറ്റിങ് ഏരിയ സെറ്റായിട്ടുണ്ട്. ഇത് മണ്ണനാണ് ഇവിടെ കൊണ്ടുവച്ചതൊക്കെ. ഓക്കെ, ഇതാണ്ട് അടുത്ത ഗ്രനൈറ്റ്. ഇതാണ് എൻ്റെ പ്രശ്നം. തപ്പി പോകുന്നത് ഒരിടത്തും കിട്ടത്തുമില്ല. വെറുതെ കിടന്നല്ലാതെ കിട്ടിയില്ല. നമുക്ക് ഇതും എടുത്ത് കുറച്ചുകൂടി ബ്യൂട്ടിഫിക്കേഷൻ നടത്താം. ഇവിടുന്ന് ഇതും കൂടി എടുത്ത് മാറ്റാം. എന്നിട്ട് ഇതെടുത്ത് ഓക്കെ, ഇതെല്ലാം എടുത്ത് കൊടുക്കാം. ഇതൊക്കെ എക്സ്ട്രാ തന്നെയാണ്. ഓക്കെ, ഇവിടെ നിന്ന് സെറ്റായി. ഇതിനകത്ത് വേറെ വല്ലതും സെലക്ട് ചെയ്യാം. ഇത് വെക്കാം. പക്ഷേ ഇത് നമ്മുടെ ഫ്യൂവലില്ല. നമുക്ക് 2 വുഡ് വെട്ടാൻ പറ്റുമോ? നമുക്ക് ഇട്ടുതരാം. നൈറ്റായതെന്ത് ഇപ്പോൾ ആവും. നമുക്ക് 2 എന്തോ ഇല്ല, വീട്ടിൽ നിന്ന് വെച്ചിട്ടുണ്ടുവരാം. ഓക്കെ, അതായി. ഓക്കെ, റോസ് ബുഷ് എടുത്ത് പുറത്ത് വെക്കാമായിരുന്നു നമ്മുടെ വീട്ടിൻ്റെ. കണലൊക്കെ ഉണ്ടോ എന്ത്? എൻ്റെ ഔട്ട്ലൈനിങ് ഇപ്പോൾ വർക്കാവുന്നുണ്ട്. നേരത്തെ ഇത് വർക്കാവില്ലായിരുന്നു. ഈ കറുത്ത വര ഉണ്ട്, ഇപ്പം നന്നായിട്ട് വർക്കാവുന്നുണ്ട്. നേരത്തെ പകരം എനിക്കൊരു വെള്ള വര മാത്രമേ വരത്തുള്ളായിരുന്നു. ഓക്കെ, ഇനി ഇതിവിടെ കൊണ്ടുവന്നിട്ട് സ്മെൽറ്റ് ചെയ്യാനിടാം. ഇനി ഇവനെ സ്മെൽറ്റ് ചെയ്യാൻ എന്തെങ്കിലും വേണമല്ലോ. തൽക്കാലത്ത് ചെയ്തിട്ടാൽ മതിയല്ലേ. ഓക്കെ, ഇത് കത്തുന്ന സമയത്ത് ഇവിടെ കുറച്ച് വെട്ടമൊക്കെ ഉണ്ട്. ഡീറ്റെയിലിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. കൊള്ളാം. സ്വന്തമായിട്ട് അങ്ങ് ബുക്ക് ചെയ്യേക്കാം. വേറെ ആരും ബുക്കാൻ, നമ്മൾ തന്നെ വേണം എല്ലാത്തിനും. പിന്നെ ഞാൻ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ഞാനിതിനകത്തൊരു മോഡും കൂടി കയറ്റിയിട്ടുണ്ട്. 1 അല്ല 2 എണ്ണം. ഇതുണ്ടോ, ഇപ്പോൾ ഇത്ര എഴുതി കാണിച്ചിട്ടുണ്ടോ? അത് കയ്യെ പിടിക്കുമ്പം ഇങ്ങനെ നമ്മുടെ ഡൈനാമിക് ലൈറ്റ് വരും. പോരാതെ നമുക്ക് ഹാൻഡ് പിടിക്കാനും പറ്റും. ജസ്റ്റ് 2 പ്രാവശ്യം ക്രൗച്ച് ചെയ്താൽ മതി. കണ്ട, ആ 2 മോഡേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇതിനകത്ത്. ഓക്കെ, നമ്മുടെ കത്തി തീർന്നെന്ന് തോന്നുന്നു. കത്തി തീർന്നു. അപ്പോൾ നമ്മൾ സ്മെൽറ്റിങ് ഏരിയ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇന്നത്തേക്ക് ഇത്രയും മതി. ഇന്നത്തെ നമ്മുടെ സ്മെൽറ്റിങ് ഏരിയ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
നിങ്ങളെ നാളെ കാണാം. നാളത്തെ എപ്പിസോഡ് വരെ നിങ്ങൾക്ക് ടാറ്റ ബൈ.